സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം മഹാത്മജി രക്തസാക്ഷിത്വം വരിച്ച ജനുവരി 30 മുൻപുള്ള 169 ദിവസങ്ങളിൽ മഹാത്മജി നടന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ആ ചരിത്ര ദൃശ്യങ്ങളെ പുനരാവിഷ്കരിച്ച ശ്രീ PN ഗോപികൃഷ്ണൻ, ശ്രീ മുരളി, ശ്രീ സുധീഷ് എന്നിവർ ചെയ്ത പ്രവൃത്തി, അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്ന് ഈ ലളിതകലാ അക്കാദമിയുടെ ഹാളിൽ നടക്കുന്ന പ്രദർശനം. ഇവിടെ ഓരോ ചിത്രങ്ങളെയും കാണുമ്പോൾ നമുക്കിവിടെ ചരിത്രം പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് നമ്മുടെ നാട് ജന്മം കൊടുത്ത ഏറ്റവും മഹാനായ മനുഷ്യൻ മനസ്സിലെ മുറിവുകളെ, മനുഷ്യർ തമ്മിൽ മൃഗങ്ങളെപ്പോലെ പോരടിച്ച് മതത്തിൻ്റെ പേരിൽ മനസ്സും ശരീരവും നാടിനെയും വിഭജിച്ചപ്പോൾ നടന്ന് അവിടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിത്തുകൾ പാകി അവയെ മുളപ്പിച്ചെടുത്തത് എന്നത് നമ്മളിവിടെ നേർക്കാഴ്ചയായി കാണുകയാണ്. ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടു പോയ നിരവധി ഉജ്ജ്വല മുഹൂർത്തങ്ങളെ എനിക്കിവിടെ കാണാൻ സാധിച്ചു. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത മഹാന്മാരായ മനുഷ്യരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സൂക്ഷിക്കേണ്ടത്, ഇവയെല്ലാം തന്നെ വരും തലമുറകൾക്ക് വേണ്ടി കാത്ത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം മഹാത്മജി ആരെയാണോ എതിർത്തത്, മഹാത്മജി ആരുടെ രാഷ്ട്രസങ്കല്പത്തെയാണോ എതിർത്തത്, ആരുടെ വെറുപ്പിനെയും വിദ്വേഷത്തിനെയും ഹിംസയുമാണ് എതിർത്തത്, അവർ നാടിൻ്റെ ഭരണാധികാരികളായി മാറിയിരിക്കുന്ന ഈ വേളയിൽ ഗാന്ധിയുടേതായ എല്ലാത്തിനെയും, ഇന്ത്യയുടേതായ എല്ലാത്തിനെയും തമസ്കരിച്ച് ഇല്ലാതെയാക്കി ഭാവി തലമുറയ്ക്ക് മുമ്പിൽ ദേശീയ പ്രസ്ഥാനമോ മഹാത്മജിയോ നെഹ്റുവോ ആരും ഇല്ലാത്ത അവരുടേതായ ഒരു കാലം സൃഷ്ടിക്കാനൊരു ശ്രമം നടക്കുന്ന വേളയിൽ ഇത്തരം ശേഷിപ്പുകൾ തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഇത്തരം അമൂല്യമായ സംഭവങ്ങൾ, ദൃശ്യങ്ങൾ, മനുഷ്യർ നാളെ നമ്മുടെ കരുത്തായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ഗോപികൃഷ്ണനും ശ്രീ മുരളിയും ശ്രീ സുധീഷും ഗാന്ധി നടന്ന വഴികളിലൂടെ നടന്ന് അവർ കണ്ടും അനുഭവിച്ചും കേട്ടും ശേഖരിച്ച ഈ അമൂല്യമായ സമ്പത്ത്, അമൂല്യമായ ശേഖരം നാളുകളിൽ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും കരുത്താകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവരുടെ അധ്വാനം യഥാർത്ഥത്തിൽ ഇവിടെ ഓരോ ചിത്രവും കാണുമ്പോൾ ഹൃദയത്തിൽ എന്താണ് ഉയർന്നുയർന്നു വരുന്നത്, കണ്ണുകൾ നിറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നാടിനെ സംരക്ഷിക്കാനുള്ളൊരു പോരാട്ടമാണ് അവർ നടത്തിയത്. പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇത് നമുക്ക് കരുത്താകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.